സുഹൃത്തെ, പോലീസ് വരുമോ ഇല്ലയോ എന്ന് ഞാൻ പറയട്ടെ. അവറാച്ചൻ മോളുടെ വീട്ടിൽ എന്താ സംഭവിച്ചതെന്നും ഞാൻ പറയട്ടെ. ഒരു 100 രൂപ ദക്ഷിണ വെച്ചാൽ മതി. 50 രൂപ തന്നാ മതി. അയ്യോ, എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. അവറാച്ചൻ മുതലാളി. അതെ, എന്താ കാര്യം? എന്താ അവിടെ നിന്നാളെ സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. എന്താ എന്തിനാ കാണിക്കുന്നു? എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ഒരു കൊട്ടേഷനുമായിട്ട് വന്നതാ. കൊട്ടേഷനും? മുതലാളിയുടെ ഈ വലതുകാരെ തല്ലി പിടിക്കാനുള്ള ഒരു കൊട്ടേഷൻ. അതെ, സഹകരിച്ച മുതലാളിക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ 2 കാലം കൂടിയും 1 കാലിന്റെ കാശ് താൻ തരേണ്ടി വരും. എനിക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പൊ ഐശ്വര്യമായിട്ട് വലതുകാലത്ത് മുകളിൽ കരയണ്ട, ഉറുമ്പ് അടിക്കുന്ന പേരുള്ളൂ. ഞാൻ കട്ടണം കട പൊങ്ങട്ടെ 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 പൊങ്ങട്ടെ. കണ്ടിട്ട് അടിക്കാൻ കൊതിയായിട്ട്. ഞങ്ങളുടെ തൊഴിലിന്റെ എത്തിക്സ് അനുസരിച്ചൊന്നും പറയാൻ പാടില്ല. എങ്കിലും 10,000 രൂപ എന്ന് പറയാം. തരാം. എന്നാ പറയാം. എൽദോ മുതലാളി. സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നിട്ട് ദുഷ്ടൻ ചതിച്ചല്ലോ. ചതിയൻ. ആട്ടെ, എന്റെ കാല് തല്ലി ഓടിച്ചാൽ തനിക്കെന്ത് കിട്ടും? എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും. ഞാൻ 2 ലക്ഷം രൂപ തരാം. തിരിച്ച് അവന്റെ കാല് തല്ലി ഓടിക്കൂ. അഡ്വാൻസ് ഒരു 50,000 വരും. തരാന്നേ. ഒരു ഭാഗ്യം നോക്കണേ, 1 ലക്ഷം രൂപ 2 ലക്ഷമായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പറ്റിയെന്ന് തന്നെ എൽദോടെ കാലൊടിക്കണം. അതെ, ഒരു ടാക്സി കിട്ടുമോ? ഇവന്റെ വണ്ടിയുണ്ട്. വണ്ടി വർക്ക്ഷോപ്പിലാ. അതല്ല, നിന്നെ ഞാൻ എവിടെയോ ഇല്ല. നോക്കട്ടെ. അയ്യോ, 500 നോട്ടിലുള്ളതാണോ? അത് ഞാനല്ല, മഹാത്മാഗാന്ധിയാ. നോക്കിക്കേ. നീയല്ലേ? പണി കിട്ടിയ അത് ഞാനില്ലേ? സൂക്ഷിച്ചു നോക്കിക്കേ. ഞാനില്ലേ? നോക്കട്ടെ. അതെ, ഇവൻ തന്നെ. ഈ ഫോട്ടോയിലെ ഫേസിലെ ചുണ്ടി ചളിക്കിപ്പോ ഇവൻ തന്നെ. അയ്യോ, അത് ഞാനല്ല. നീ തന്നെ. ഇതിന്റെ ഫോട്ടോയുടെ ബാക്കിൽ കൈ 25,000, അഡ്വോ 5,000. കൊട്ടേഷൻ. നീ ഒരു ഹംസ അറിയോ? പാലക്കാടുള്ള പ്ലാച്ചുമട ഹംസയല്ലേ? കറുത്തിട്ട് പൊക്കമുള്ള ഒരു ലോറി ഡ്രൈവർ. അയാളാ ഞാൻ അറിയില്ല. എന്നാ എനിക്കറിയാം. അയ്യോ യേശോട്ടാ, ഒന്നും ചെയ്യരുത്. ഞാനൊരു കൈയെടുത്തങ്ങോട്ട് വെച്ചേ. അയ്യോ കൈയെടുത്തങ്ങോട്ട്. കണ്ണാ. അല്ല, അത് ആ അവറാച്ച മോലാളോട് കാണിച്ച കരുണ ഇവനോടും കാണിച്ചൂടെ? ഇവന് 50,000 രൂപ തരും. ആ ഹംസയുടെ കയ്യൊന്ന് ഒടിച്ചൂടെ? അഡ്വാൻസ് തരേണ്ടി വരും. തരാം. എപ്പോ കൊടുക്കൂടാ? അല്ല, അതിപ്പോ ഒരു അഡ്വാൻസ് തരണവരെ ഇവനൊരു അടിമയെ പോലെ കൂടെ നിന്നോളും. നോണ പറയുമെങ്കിലും വിശ്വസ്തന. യേശോട്ടിന് പോവാൻ വണ്ടി എടുക്കടാ. നിന്റെ സമയം തെളിഞ്ഞൂട്ടോ. വണ്ടി എടുക്കടാ. പോനാൽ പോവട്ടും പോളാ. ആ ഗുണ്ട പോയോടാ? ഓടിച്ചു. നമ്മുടെ കുടുംബത്തിൽ കയറാണ് കളി. ഞാനൊന്ന് വരട്ടി. ആള് പേടിച്ച് നാട് വിട്ടില്ലേ? ഭഗവാനെ യേശു. എന്താ സ്വന്തം വീടാണ് നോക്കിയ പാവങ്ങളെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുക. ഇതെന്റെ സ്വന്തം അമ്മ, മാതൃസ്നേഹോടാ. ഇതെന്റെ സ്വന്തം അപ്പൻ. കാണാൻ ഗ്ലാമറില്ലെങ്കിൽ എന്താ സ്വന്തമായിട്ടൊരു തറിയുണ്ട്. അത് കാലത്ത് പോലെ ആ കെട്ടിട്ട് ആട്ടി ഇറപ്പാ പോയി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ? നീ എന്ത് പണിയട കാണിച്ചത്? നീ ഏറ്റെടുത്ത മുതലിനെ നീ സംരക്ഷിച്ചോളണം. നിനക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. എന്റെ വീട്ടിൽ തന്നെയാ വരുന്നത്. ഈ വണ്ടി വീടിന്റെ പുറത്തുള്ള ഷെഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്റെ ഭാര്യ പറഞ്ഞടാ. എന്നാ പിന്നെ അകത്തേറ്റി കിടത്തണം. എനിക്ക് വിശ്വാസമില്ല. അയാളൊരു പാവാട. അയാളെയല്ലേ എന്റെ ഭാര്യയെ. 60 മോഡലാണെങ്കിലും പുള്ളിയുടെ ചേസ് നല്ല സ്ട്രോങ് ആടാ. അല്ല, യേശോട്ടനെ ഇവന്റെ വീട്ടിൽ കിട്ടി താമസിപ്പിക്കാൻ പറ്റാത്തൊരു സങ്കടം. ഇവന്റെ സങ്കടം കാണും എനിക്കറിയാം. പക്ഷെ എന്റെ വൈഫ് വാസന്തിക്ക് സങ്കടമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. എനിക്ക് വീട് ഒടുക്കത്തെ രാശിയോ. എൽദോ മോലായുടെ കാലോടിക്കാൻ ആ വീട്ടിൽ ചെന്നപ്പോട്ടെ സംഭവം എന്താണെന്ന് എനിക്കറിയാവോ? ഫാസ്റ്റ് ബ്ലാക്ക്. ഹലോ, എന്തായി? അവരാച്ചന്റെ കാല് വെട്ടിയോ? കാല് വെട്ടിയില്ല, കാല് മാറി. ഇത് പിടിച്ച. ഞാനിപ്പോ അവറാച്ച മോലാളുടെ കൊട്ടേഷൻ എടുത്തിരിക്കുക 2 ലക്ഷം രൂപയ്ക്ക് തന്റെ കാല് പിടിക്കാൻ. ആ കലക്കട നീട്ടിക്ക്. അങ്ങോട്ട് കേട്ടോ. ഇനി ആ കട്ടലങ്ങടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ. അയ്യ, ഇത് കാലാ കഴുക്കുമല്ല. അവറാച്ചൻ തരുന്ന കാശിന്റെ ഇരട്ടി കാശ് ഞാൻ തരാം. അവിടെ കാലൊടിച്ചാ മതി. ഇരട്ടി എന്ന് പറയുമ്പോ എത്രയിട്ട് വരും? 4 ലക്ഷം. ഓക്കെ.